സ്വന്തം കാമുകിയെ വെച്ച് ചൂത് കളിച്ച കാമുകനെ പറ്റി നമ്മൾ സിനിമയിലും കഥാപുസ്തകത്തിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ക്രൂരമായ മല്ലന്മാരുടെ മുന്നിലേക്ക് സ്വന്തം കാമുകിയെ മുന്നിലേക്ക് വെച്ച് ചൂത് കളിച്ച ഒരുവനെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ലിയോ, നീ എന്തായി ചെയ്തത്? ലോകത്തിലെ ഏതെങ്കിലും പുരുഷൻ ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? സ്വന്തം ഭാര്യയെ വെച്ച് ചൂത് കളിച്ച നീ ഒരു നല്ല ആണല്ല. ലോകം മുഴുവൻ സ്വന്തം കാമുകയെ വെച്ച് ചൂത് കളിച്ച എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നില്ല. അതിൽ എനിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതെങ്ങനെ പറയാൻ കഴിയും? നീ ചെയ്തത് തെറ്റാണ്. മാധവിയുടെ മനസ്സിൽ തോന്നിയ ഇതേ ചോദ്യം തന്നെ അവിടെ കൂടി നിന്ന് എല്ലാവരുടെ മനസ്സിലും തോന്നി. സ്വന്തം കാമുകിയെ വെച്ച് കളിച്ചവൻ എങ്ങനെ ഒരു നായകനാകും? എന്നാൽ ഈ കഥ പറയുന്നു ലിയോ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന്. അതിന്റെ കാരണം അറിയണമെങ്കിൽ തുടർന്ന് കേൾക്കൂ. റൈഡൻ സിറ്റിയിൽ ചൂതുകളി നിയമപരമായി അനുവദിച്ചിട്ടുള്ളതാണ്. ചൂതുകളിയിൽ പന്തയത്തിന്റെ പേരിൽ വാക്ക് പാലിച്ചില്ലെങ്കിൽ മരണമാണ് ശിക്ഷ. അങ്ങനെയൊരു സ്ഥലത്ത് വെച്ചാണ് ലിയോ തന്റെ കാമുകി താമരയെ പണയപ്പണ്ടമായി വെച്ച് ചൂത് കളിച്ചത്. ഒരു മല്ലയുദ്ധത്തിന്റെ മേലായിരുന്നു അവൻ പന്തയം വെച്ചത്. ലിയോ, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കും. ലിയോ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ താമരയ്ക്ക് ചിരിയാണ് വന്നത്. കാരണം ലിയോയ്ക്ക് ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. റൈഡൻ സിറ്റി ചൂതുകളിക്ക് പേര് കേട്ട ഒരു നഗരമാണ്. ലിയോയ്ക്ക് അവിടെ നിന്ന് താമരയെ രക്ഷിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ: സെമ്പിയനെ അടിച്ചു തോൽപ്പിക്കുക. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം റൈഡൻ സിറ്റിയിലെ ഏറ്റവും വലിയ മല്ലന്മാരിൽ ഒരാളാണ് സെമ്പിയൻ. ബെസ്റ്റ്, നീയാണല്ലേ സെമ്പിയനെ തോൽപ്പിക്കാൻ പോകുന്നത്. നിന്നെ കൊണ്ട് നടക്കില്ല. റൈഡൻ സിറ്റിയിലെ ആയോധന കലകൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപികയായിരുന്നു മാധവി. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ശക്തിയെപ്പറ്റിയും ബലഹീനതയെപ്പറ്റിയും അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ പറയാം, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. താമരയുടെ വിധി ഇതാണെന്ന് ഓർത്ത് ഞങ്ങൾ സമാധാനിച്ചോളാം. പക്ഷെ ജീവന തുല്യം സ്നേഹിച്ച തന്റെ കാമുകിയെ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. എല്ലാവരുടെയും കാഴ്ചയിൽ സെമ്പിയനെ പോലൊരു മല്ലനെ തോൽപ്പിക്കാൻ ലിയോയ്ക്ക് കഴിയില്ല. പക്ഷെ അവരെ തോൽപ്പിക്കാനുള്ള ഒരു സൂപ്പർ പവർ അവന്റെ ഉള്ളിലുണ്ടെന്ന കാര്യവും അവർക്കറിയില്ല. സ്വന്തം കാമുകി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോകാൻ മാത്രം ദുഷ്ടനല്ല ഞാൻ. പിന്നെ സെമ്പിയനല്ല. അവന്റെ അപ്പൂപ്പൻ വിചാരിച്ചാൽ പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതെന്റെ കോൺഫിഡൻസാ. ഇങ്ങനെയൊരു വെല്ലുവിളി നടത്താനുള്ള കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായാണ് ലിയോ റൈഡൻ സിറ്റിയിലേക്ക് എത്തിയത്. ലിയോ ഭൂമിയിലെ ഏറ്റവും വലിയൊരു സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു. ഏതൊരു സ്പേസ് സയന്റിസ്റ്റും ആഗ്രഹിക്കുന്ന ഭാഗ്യമാണ് ലിയോയ്ക്ക് ലഭിച്ചത്. ഒരു സീക്രട്ട് മിഷനുമായി മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകാനുള്ളതായിരുന്നു അവന് കിട്ടിയ ദൌത്യം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ 2000 വർഷം പിന്നിലുള്ളവരായിരുന്നു സൈഫർ പ്ലാനറ്റിലുള്ള മനുഷ്യർ. അവിടേക്കാണ് സയന്റിസ്റ്റ് ബെഞ്ചമിൻ ലിയോയെ ഇങ്ങനെ ഒരു സീക്രട്ട് മിഷന് വേണ്ടി അയച്ചത്. ഭൂമിയല്ലാതെ മറ്റൊരു പ്ലാനറ്റിൽ ജീവന്റെ അംശമുണ്ടെന്ന് സയന്റിസ്റ്റ് ബെഞ്ചമിൻ ഈ ലോകത്തോട് എത്ര വിളിച്ചു പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിന് തെളിവുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഭൂമിയിലുള്ളവർ വിശ്വസിക്കൂ. അതിനുവേണ്ടി ജീവൻ പണയം വെച്ച് ഒരാൾ സൈഫർ പ്ലാനറ്റിലേക്ക് പോയേ പറ്റൂ. ഇത് കേട്ടതും ലിയോ ആ അവസരം പിടിച്ചെടുത്തു. ഞാൻ തയ്യാർ. ലിയോയുടെ കാമുകി ഉൾപ്പെടെ എല്ലാവരും തടയാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അതിന് തയ്യാറായില്ല. പക്ഷെ സീക്രട്ട് മിഷനായി വന്ന ലിയോയ്ക്ക് സൈഫർ ഗ്രഹത്തിൽ സൂപ്പർ പവർ ലഭിച്ചു. താമര അവന് കഴിക്കാൻ കൊണ്ടുവന്ന സ്വർണ്ണവണ്ടിൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ഉപയോഗിച്ച് അവിടെയുള്ള പലരെയും ലിയോ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. മുഖം മൂടി ധരിച്ച രക്ഷകനായതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തത് ലിയോ ആണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അത് തെളിയിക്കാനുള്ള അവസരമായിരുന്നു സെമ്പിയനുമായുള്ള മല്ലയുദ്ധം. ഞാൻ എന്തായാലും തോറ്റുപോകില്ല. ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും. പക്ഷേ സെമ്പിയനെ പോലൊരു മല്ലനെ തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ലിയോയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു അവിടെയുള്ളവരുടെ ധാരണ. അതുകൊണ്ട് തന്നെ റൈഡൻ സിറ്റിയിലെ എല്ലാവരും താമരയെ സഹതാപത്തോടെയായിരുന്നു കണ്ടിരുന്നത്. താമര, എനിക്ക് നിന്റെ സാഹചര്യം മനസ്സിലാവും. പക്ഷെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. റൈഡൻ സിറ്റിയിലെ ഏറ്റവും വലിയ യോദ്ധാവായ മാധവിക്ക് പോലും താമരയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു റൈഡൻ സിറ്റിയുടെ നിയമം. അവിടെ ആർക്കും എന്ത് പൊരുൾ വെച്ചും ചൂത് കളിക്കാം. പന്തയം വെച്ച സാധനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ നിയമലംഘനമാകും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും താമര രക്ഷപ്പെടുന്നത് ബുദ്ധിയല്ല. ഞാൻ ഈ പന്തയത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പന്തയം വേണമെന്ന്. പക്ഷെ നിനക്കപ്പോ വലിയ അഹങ്കാരത്തിന് ഞാനൊരു പണി തന്നില്ലെങ്കിൽ എന്നെ പിന്നെ എന്തിനു കൊള്ളാം? റൈഡൻ സിറ്റിയിൽ കൂടി നിൽക്കുന്ന എല്ലാവരും അവരെ കളിയാക്കി. മറ്റു ചിലരാകട്ടെ താമരയെ സഹതാപത്തോടെ നോക്കി. ഇവിടെ നിന്റെ കാമുകൻ ഇവിടെ കിടന്ന് വലിയ ഷോ ആയിരുന്നല്ലോ. എന്നിട്ട് തോൽക്കുമെന്നായപ്പോ സ്വന്തം കാമുകയെ ഇവിടെ പന്തയം വെച്ചിട്ട് പോയി. ഒരു സാഹചര്യം വന്നപ്പോ നിന്നെ ഇവിടെ പന്തയം വെച്ചിട്ട് രക്ഷപ്പെട്ട അവനേക്കാൾ എന്തുകൊണ്ടും നല്ലവനാണ് ഞാൻ. ഒന്നുമില്ലെങ്കിലും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയല്ലേ. സെമ്പിയൻ, ലിയോയ്ക്ക് റൈഡൻ സിറ്റിയെ പറ്റിയുള്ള നിയമങ്ങൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ അറിയാതെ ചെയ്തു കൂട്ടിയതാണ്. അത് അവന്റെ അറിവില്ലായ്മയായി കണ്ട് നീ അവനോട് ക്ഷമിക്ക്. എന്നിട്ട് അവന്റെ പെണ്ണിനെ അവന് വിട്ടുകൊടുക്ക്. വിട്ടുകൊടുക്കാനോ? ഒരിക്കലുമില്ല. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. സത്യത്തിൽ ഞാൻ അവളെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പോയാൽ ഇവൻ നാളെ ഒരു കാലത്ത് ഇവളെ ഇതിലും വലിയ സാഹചര്യത്തിൽ ഇതുപോലെ ചൂത് കളിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷേ സെമ്പിയന്റെ അഹങ്കാരം ആർക്കും അവിടെ സഹിക്കാൻ പറ്റുമായിരുന്നില്ല. എത്രയൊക്കെ ന്യായം പറഞ്ഞാലും താമരയെ ചുളുവിൽ സ്വന്തമാക്കാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു അവൻ.
എന്റെ സമ്മതമില്ലാതെ നീ ഒരിക്കലും എന്നെ സ്വന്തമാക്കില്ല. ലിയോ അല്ല, ഇനി ഏത് വലിയ ആളെന്നെ ഇവിടെ കൊണ്ടിട്ടാലും എന്റെ ദേഹത്തെ തൊടണമെങ്കിലോ എന്റെ മനസ്സ് സ്വന്തമാക്കണമെങ്കിലോ എന്റെ സമ്മതം വാങ്ങണം. പക്ഷേ താമര എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം അത്തരത്തിലുള്ളതായിരുന്നു റൈഡൻ സിറ്റിയിലെ ചൂതുകളിയിലെ നിയമം. എന്തെങ്കിലും ഒരു പൊരുൾ പന്തയം വെച്ചു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചേ പറ്റൂ. അത് പാലിക്കാത്തിടത്തോളം ഒരിക്കലും അവർക്ക് അവിടെ നിന്നും പുറത്തു പോകാൻ പറ്റില്ല. ശരി, എല്ലാവരും എന്നെ ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ലിയോയോട് ഞാനാണോ താമരയെ ചൂതുകളിയിൽ പന്തയം വെക്കാൻ പറഞ്ഞത്? ഇനി പന്തയം വെക്കും മുമ്പ് താമരയുടെ സമ്മതം കൂടി ചോദിച്ചതല്ലേ? എന്നിട്ടിപ്പോ കുറ്റക്കാരൻ ഞാനായോ? സെമ്പിയൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ ഒരിക്കലും ലിയോയോട് താമരയെ വെച്ചുവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവനത് സ്വയം സ്വീകരിച്ചതായിരുന്നു. സെമ്പിയൻ, നിന്റെ അഹങ്കാരം ഇപ്പോ ലിയോ തീർത്തു തരും. എന്നെ പൂട്ടാനുള്ള കൂട്ടൊന്നും നിന്റെ ലിയോയുടെ കയ്യിലില്ല. സെമ്പിയൻ എന്ന മല്ലനെ തോൽപ്പിക്കുക എന്നത് ആ നാടിന്റെ ആവശ്യം കൂടിയായിരുന്നു. അവൻ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും എല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററുടെ ശിഷ്യൻ അല്ലെങ്കിൽ വിശ്വസ്ത ഭടൻ എന്ന അഹങ്കാരമായിരുന്നു അവന്. ഗ്രാൻഡ് മാസ്റ്റർ കൂടെ നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവനെ ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല. അതിന്റെ അഹങ്കാരമായിരുന്നു അവൻ എന്നും ചെയ്തുകൊണ്ടിരുന്നത്. അത് അനുഭവിക്കേണ്ടത് റൈഡൻ സിറ്റിയിലെ സാധാരണക്കാരും. ഈ നിയമമൊക്കെ എടുത്ത് കാറ്റിൽ പറത്താൻ സമയം കഴിഞ്ഞു. താമരയെ ഇങ്ങനെ ബന്ധിയാക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല. മാധവി ഉൾപ്പെടെ പല ആളുകളും അതിനെ എതിർത്തു. എങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവരെല്ലാവരും താമരയെ ഒരു ഇരയായാണ് കണ്ടത്. ബന്ദിയാക്കിയ താമരയെ അവിടെ കൂടി നിന്ന് എല്ലാവരും കളിയാക്കി. ലിയോ, നിന്നെ വിശ്വസിച്ച ഞാൻ ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുത്തത്. എന്നിട്ട് നിനക്കിപ്പോ എന്നെ രക്ഷിക്കാൻ പറ്റില്ലേ? നിന്നെ വിശ്വസിച്ച ഞാനാ മണ്ടി. മതി, എല്ലാം ഇവിടെ നിർത്തി. താമര, അവൻ പോകുന്നെങ്കിൽ പോട്ടെ. അവനെ കൊണ്ട് നിനക്കിനി ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവനൊപ്പം കൂടിയിട്ട് നിനക്ക് എന്തിനാ? ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ കഴിവില്ല. ഇത്രയും വലിയൊരു മണ്ടനെ നീ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ രണ്ടാം ഭാര്യയായി ജീവിക്കുന്നതാ. സെമ്പിയൻ താമരയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ ഇതിനു മുമ്പും മറ്റു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, താമരയുടെ മനസ്സ് ഒരിക്കലും അവന് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇവരെ എല്ലാവരെയും തോൽപ്പിക്കാനുള്ള ശക്തി ലിയോയുടെ പക്കലുണ്ടായിരുന്നു. ലിയോ, നീ എവിടെ? എന്നെ രക്ഷിക്കാൻ നീ വരില്ലേ? നിന്നെ വിശ്വസിച്ച് നിന്നെ മാത്രം സ്നേഹിച്ച ഞാൻ വെറും ഒരു മണ്ടിയായി പോയല്ലോ. എനിക്കിപ്പോ നിന്നെ വിശ്വസിച്ചതോർത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ നിന്നോട് എന്ത് തെറ്റ ചെയ്ത്? സത്യം പറ, നീ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം അഭിനയായിരുന്നില്ലേ? നിനക്ക് നിന്റെ മിഷൻ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമായി അല്ലേ എന്നെ ഉപയോഗിച്ചത്? യഥാർത്ഥത്തില് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ വെച്ച് ഇങ്ങനൊരു സ്ഥലത്ത് പന്തയം വെക്കുമായിരുന്നില്ല. എന്നാൽ ഒന്നും കാണാതെ ലിയോ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. പക്ഷെ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താമരയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അവൻ എന്ത് കാരണം എന്നോട് പറഞ്ഞാലും എന്നെ പറ്റിച്ചതിന് ദൈവം അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായല്ലേ അവനെ ഞാൻ സ്നേഹിച്ചത്. എന്നാൽ ലിയോ അതിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞപ്പോൾ അവൾക്ക് അവനോടുള്ള ദേഷ്യം കുറഞ്ഞു. എന്തായിരുന്നു ആ കാരണം? അതറിയണമെങ്കിൽ തുടർന്ന് കേൾക്കൂ. ബന്ദിയാക്കിയ താമരയുടെ അടുത്തേക്ക് മറ്റാരും കാണാതെ ലിയോ വന്നു. താമര, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സ് സ്വന്തമാക്കിയിട്ട് ഇങ്ങനൊരു ദ്രോഹം എന്നോട് ചെയ്തത് എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. നീ എന്നോട് ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കും. നീ കുറെ നേരമായാലും പറയുന്നു ദൈവം എന്നോട് ചോദിക്കുമെന്ന്. ദൈവം എന്നോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ആരോടും ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടായിരുന്നില്ല. പതിയെ എനിക്ക് ഇവിടെ ഉള്ളവരെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരായി തോന്നി. അതിലൊരാളാണ് നീ. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടു പോയി. നീ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കുറച്ചു മുൻപ് നടന്ന സംഭവം എന്താണെന്ന് ഓർക്കുന്നേ. റൈഡൻ സിറ്റിയിൽ ചൂതുകളി നടക്കുന്ന ഒരു പുരാതന സ്ഥലത്തേക്കായിരുന്നു താമര ലിയോയെ കൊണ്ടുപോയത്. അവിടുത്തെ ആളുകളെ സെമ്പിയൻ എന്നൊരു വലിയ മല്ലൻ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്ന് അടിമകളെ രക്ഷിക്കണമെന്ന് താമര മനസ്സിൽ കണക്കുകൂട്ടി. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ലിയോ ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടുപോയി. താമര, നീ പേടിക്കണ്ട. നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എവിടെയും പോവില്ല. നിന്നെ ഞാൻ രക്ഷിക്കും, ഉറപ്പ്. താമരയുടെ കണ്ണിൽ ലിയോ അത്ര ശക്തനല്ലെങ്കിലും ലിയോ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ആ വാക്കിൽ അവൾ വിശ്വസിച്ചു. നിന്റെ കാമുകൻ എന്താ നിന്നെ രക്ഷിക്കാൻ വരുന്നില്ലേ? നിനക്ക് നാണമില്ലേ ഇപ്പോഴും അവനെ ഓർത്ത് വിഷമിച്ച് നടക്കാൻ? എന്തായാലും നിന്നെ പോലൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് അഭിമാനിക്കാം. ഇപ്പോഴും നിനക്ക് അവനോടല്ലേ കൂറ്? കഷ്ടം തന്നെ. നിന്നെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച് നിന്നെ കളഞ്ഞിട്ട് പോയ അവനെ ഓർത്ത് നീ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് ആലോചിക്കുമ്പോ എന്റെ പൊന്നുമോളെ, നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു. അവൻ എത്രയൊക്കെ അവളെ പരിഹസിച്ചെങ്കിലും അവൻ അവളെ രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ലിയോ വരാത്തതിലുള്ള അമർഷം അവൾക്കുണ്ടായിരുന്നു. എന്നാലും എന്ത് കാരണത്താലാണ് ലിയോ താമരയെ വെച്ച് ഇങ്ങനൊരു റിസ്ക് എടുത്തത്? ലിയോ, നീ എത്രയൊക്കെ ന്യായം പറഞ്ഞാലും അവളുടെ ജീവൻ വെച്ച് റിസ്ക് എടുത്തത് വലിയ തെറ്റ് തന്നെയാ. എന്റെ മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആണുങ്ങള് പെണ്ണുങ്ങളുടെ പേര് വെച്ച് പലരോടും പന്തയം വെക്കും. അവസാനം അതിന്റെ പേരിൽ അനുഭവിക്കുന്നത് മുഴുവൻ പെണ്ണുങ്ങളാ. പേടിച്ചോടി അവൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ ജയിച്ചതായി പ്രഖ്യാപിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ അവനെ പോലത്തെ ആൾക്കാർ എനിക്കൊരു ഇര പോലുമല്ല. സെമ്പിയൻ കിട്ടിയ അവസരം നന്നായി മുതലാക്കി. അവൻ ഈ യുദ്ധത്തിൽ ജയിക്കുന്നതോടെ താമരയെ സ്വന്തമാക്കാമെന്ന് കണക്കുകൂട്ടി.
പെട്ടെന്ന് ലിയോ അവിടേക്ക് വന്നു. സെമ്പിയനെ പോലൊരു മല്ലനെ തോൽപ്പിക്കാനുള്ള കഴിവൊന്നും ലിയോയ്ക്കില്ല. അത് അവിടെ സദസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഒരു വലിയ മാറ്റം അവന്റെ ജീവിതത്തിലുണ്ടായി. അവൻ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സ്വർണ്ണ വണ്ട് വന്ന് അവനെ ആക്രമിച്ചു. അതിന്റെ കടിയേറ്റ സമയം തൊട്ട് അവന്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ ആവാഹിച്ചെടുത്ത ശക്തിയുമായാണ് അവൻ അവിടേക്ക് വരുന്നത്. ഇതൊന്നും അറിയാതെയാണ് അവനെ എല്ലാവരും കളിയാക്കിയതും വെല്ലുവിളിച്ചതും. നീ എത്തിയോ? ഞാൻ കരുതി നീ നിന്റെ കാമുകയെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയതാണ്. അങ്ങനെ പോവാൻ മാത്രം ഒരു മണ്ടനായ ആണല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായ. ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ തോൽപ്പിക്കും. ലിയോ ഇപ്പോൾ അവനെ ജയിച്ചു കഴിഞ്ഞാൽ അവനാണ് ഇവിടെ മറഞ്ഞു നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്നതെന്ന സത്യം എല്ലാവരും അറിയും. പിന്നെ ഒരിക്കലും അവനൊരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാമുകിയെ രക്ഷിക്കാതിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. സെമ്പിയന്റെ കയ്യിൽ നിന്ന് ലിയോ എങ്ങനെ താമരയെ രക്ഷിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. ആ സംഭവം നടന്നതോടുകൂടി ലിയോയെ എല്ലാവരും വെറുത്തു. പക്ഷെ അതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു സംഭവമായിരുന്നു അവൻ വന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ലിയോയെ ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നാൾ താമര വെറുത്ത ലിയോയോട് സ്നേഹം തോന്നാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത്? അതറിയണമെങ്കിൽ തുടർന്ന് കേൾക്കുക പോക്കറ്റ് എഫ്എമ്മിന്റെ ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500. ആവേശകരവും രസകരവുമായ കൂടുതൽ കഥകൾ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്താനായി ഉടൻ തന്നെ പോക്കറ്റ് എഫ്എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതും തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ്.